ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക്കായും ഇമ്പോർട്ടൻ്റായും ഉള്ള ഭാഗമാണിത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നത് ഉത്തരം യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും എന്നതാണ്. ഇനി ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം, ഹെൽപ്പിംഗ് വേർബ്സ് എങ്ങനെ ഉപയോഗിക്കാം, 50 എക്സാമ്പിൾസും അതൊക്കെയാണ് ഇതിലുള്ളത്. മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഉത്തരം യെസ് അല്ലെങ്കിൽ നോ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനാണ്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഹെൽപ്പിംഗ് വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ്, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി 2 എക്സാമ്പിൾസ് നോക്കാം. ആർ യു റെഡി? ഡു യു ലൈക്ക് ടീ? ഇനി ടൈപ്സ് ഓഫ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡു, ഡസ് എന്നിവ യൂസ് ചെയ്തിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡു എന്നത് ഐ, യു, വി, ദേ ഇതിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡസ് എന്നത് ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഡ് എന്നത് പാസ്റ്റ് ആക്ഷൻസിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഞാനിതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ, കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒരു 50ഓളം താഴെ തരുന്നുണ്ട്. അപ്പോൾ എല്ലാം ക്ലിയർ ആവും. ഇനി ആം, ഈസ്, ആർ എന്നിവ ഉപയോഗിച്ചിട്ടും നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. അതുപോലെ തന്നെ ക്യാൻ, വിൽ, ഷുഡ് ഇതുപോലുള്ള മോഡൽ വേർബ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒരു 50 എക്സാമ്പിൾസ് നോക്കാം. അതാകുമ്പോൾ കൂടുതൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇവിടെ ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഡു, ഡസ് എന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഡു വരുന്നത് ഐ, യു, ദേ, വി ഇവയുടെ കൂടെയാണ്. അതുപോലെ തന്നെ ഡസ് യൂസ് ചെയ്യുന്നത് ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെയൊക്കെ കൂടെയാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഡു യു ലൈക്ക് ടീ? നിനക്ക് ചായ ഇഷ്ടമാണോ? ഇവിടെ കണ്ടോ, ഡുവിന് ശേഷം വന്നിട്ടുള്ളത് യു ആണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഡു യു പ്ലേ ക്രിക്കറ്റ്? നീ ക്രിക്കറ്റ് കളിക്കുമോ? ഡു ദേ ലിവ് ഹിയർ? അവർ ഇവിടെ താമസിക്കുമോ? ഡു വി ഹാവ് ക്ലാസ് ടുഡേ? ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ടോ? ഡു യു വാച്ച് ടി വി? നീ ടി വി കാണുമോ? ഡസ് ഷീ ലൈക്ക് കോഫി? അവൾക്ക് കാപ്പി ഇഷ്ടമാണോ? ഡസ് ഹി വർക്ക് ഹിയർ? അവൻ ഇവിടെ ജോലി ചെയ്യുമോ? ഡസ് ഇറ്റ് റെയിൻ എ ലോട്ട് ഹിയർ? ഇവിടെ മഴ കൂടുതലായി പെയ്യുമോ? ഡസ് ഷീ സ്റ്റഡി വെൽ? അവൾ നന്നായി പഠിക്കുമോ? ഡസ് ഹി ഡ്രൈവ് എ കാർ? അവൻ കാർ ഓടിക്കുമോ? ഇനി ഡിഡ് വെച്ചിട്ടുള്ളത് നോക്കാം. ഡിഡ് യു ഫിനിഷ് ഹോംവർക്ക്? നീ ഹോംവർക്ക് പൂർത്തിയാക്കിയോ? ഡിഡ് ദേ കോൾ യു? അവർ നിന്നെ വിളിച്ചോ? ഡിഡ് ഷീ കം യെസ്റ്റർഡേ? അവൾ ഇന്നലെ വന്നോ? ഡിഡ് ഹി ഈറ്റ് ഫുഡ്? അവൻ ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു സീ ദ മൂവി? നീ ആ സിനിമ കണ്ടോ? ഡിഡ് ദേ വിൻ ദ മാച്ച്? അവർ മത്സരം ജയിച്ചോ? ഡിഡ് ഷീ ബൈ എ ഡ്രസ്? അവൾ ഒരു ഡ്രസ്സ് വാങ്ങിയോ? ഡിഡ് ഹി ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോയോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ? നീ പാഠം മനസ്സിലാക്കിയോ? ഡിഡ് ദേ മീറ്റ് ഹിം? അവർ അവനെ കണ്ടോ? ആർ യു ഹാപ്പി? നിങ്ങൾക്ക് സന്തോഷമാണോ? ആർ ദേ അറ്റ് ഹോം? അവർ വീട്ടിലാണോ?
ആർ വി ലേറ്റ്? നമ്മൾ വൈകിയോ? ഈസ് ഹി യുവർ ഫ്രണ്ട്? അവൻ നിൻ്റെ സുഹൃത്താണോ? ഈസ് ഷീ എ ടീച്ചർ? അവൾ ഒരു അധ്യാപികയാണോ? ഈസ് ഇറ്റ് കോൾഡ് ടുഡേ? ഇന്ന് തണുപ്പാണോ? ആം ഐ കറക്റ്റ്? ഞാൻ ശരിയാണോ? ആർ യു റെഡി? നീ തയ്യാറാണോ? ഈസ് ഹി ബിസി നൗ? അവൻ ഇപ്പോൾ ബിസിയാണോ? ആർ ദേ സ്റ്റുഡൻസ്? അവർ വിദ്യാർത്ഥികളാണോ? ക്യാൻ യു സ്വിം? നിനക്ക് നീന്താനാകുമോ? ക്യാൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ്? അവന് ഇംഗ്ലീഷ് സംസാരിക്കാനാകുമോ? വിൽ യു കം ടുമോറോ? നീ നാളെ വരുമോ? വിൽ ദേ ഹെൽപ്പ് അസ്? അവർ നമ്മളെ സഹായിക്കുമോ? ഷാൾ വി സ്റ്റാർട്ട് നൗ? നമുക്ക് ഇപ്പോൾ തുടങ്ങാമോ? ഷുഡ് ഐ കോൾ ഹിം? ഞാൻ അവനെ വിളിക്കണോ? ഷുഡ് വി വെയിറ്റ് ഹിയർ? നമുക്കിവിടെ കാത്തിരിക്കണോ? ക്യാൻ ദേ സോൾവ് ദീസ് പ്രോബ്ലം? അവർ ഈ പ്രശ്നം പരിഹരിക്കുമോ? വിൽ ഷീ ജോയിൻ അസ്? അവൾ നമ്മളോടൊപ്പം ചേരുമോ? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദീസ്? നിനക്ക് ഇത് മനസ്സിലാക്കാനാകുമോ? ഡു യു വേക്ക് അപ്പ് ഏർലി? നീ നേരത്തെ എഴുന്നേൽക്കുമോ? ഡസ് ഹീ ലൈക്ക് മ്യൂസിക്? അവന് സംഗീതം ഇഷ്ടമാണോ? ഡിഡ് യു ഗോ ഔട്ട്? നീ പുറത്തു പോയോ? ആർ യു ലേണിംഗ് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? ഈസ് ഷീ കുക്കിംഗ് നൗ? അവൾ ഇപ്പോൾ പാചകം ചെയ്യുകയാണോ? ക്യാൻ യു ഹെൽപ്പ് മീ? നിനക്ക് എന്നെ സഹായിക്കാനാകുമോ? വിൽ യു കോൾ മീ ലേറ്റർ? നീ എന്നെ പിന്നീട് വിളിക്കുമോ? ഡിഡ് ഷീ ഫിനിഷ് ദ വർക്ക്? അവൾ ജോലി പൂർത്തിയാക്കിയോ? ആർ ദേ പ്ലേയിങ് ഔട്ട്സൈഡ്? അവർ പുറത്ത് കളിക്കുകയാണോ? ഡസ് ഇറ്റ് ലുക്ക് ഗുഡ്? അത് നല്ലതായി തോന്നുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിച്ചു. ഹെൽപ്പിംഗ് വേർബ് ആദ്യം വരണം എന്നതാണ് ഇതിലുള്ള ഒരു റൂള്. പ്രാക്ടീസ് ചെയ്താൽ ഇത് ഭയങ്കര ഈസിയാണ്. ഇത് ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാവുന്നതാണ്. അതുമാത്രമല്ല ഇത് ഒന്ന് യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക, അതാവുമ്പോൾ മറന്നു പോവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങളിലോട്ട് എത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.